നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം ആക്റ്റീവ് അറ്റ് ഹോം NH പുതുക്കാട്. പാലിയേക്കരയിലും തൃശൂരിലും പോലീസിന്റെ ലഹരി വേട്ട. പാലിയേക്കരയിൽ കല്ലൂർ സ്വദേശികളായ 3 പേരും തൃശൂരിൽ ഗുരുവായൂർ കാസർഗോഡ് സ്വദേശികളും പിടിയിലായി. 2.5 കോടിയിലധികം രൂപയുടെ സ്വർണ്ണാഭരണങ്ങൾ തിരിച്ചു നൽകാതെ വിശ്വാസ വഞ്ചന ചെയ്ത കേസിലെ പ്രതി പിടിയിൽ. കല്ലൂർ സ്വദേശി അറസ്റ്റിൽ. കനത്ത മഴയിൽ പുതുക്കാട് കുറുമാലിപ്പുഴയിലെ 4 താൽക്കാലിക ചിറകളും തകർന്നു. കന്നാറ്റുപാടം, കാരികുളം, തോട്ടുമുഖം, വാസുപുരം ചിറകളാണ് പൊട്ടിയത്. പുതുക്കാട് റെയിൽവേ ഗേറ്റ് വാഹനം ഇടിച്ച് തകരാറിലായി. മണിക്കൂറുകളോളം പുതുക്കാട്, ചേർപ്പ്, ഊരകം, ഇരിഞ്ഞാലക്കുട ഭാഗത്തേക്കുള്ള വാഹന ഗതാഗതം തടസ്സപ്പെട്ടു. വേലുപ്പാടം, വെട്ടിങ്ങപ്പാടം പഞ്ചായത്ത് റോഡിലെ കുഴികൾ യാത്രക്കാർക്ക് അപകട ഭീഷണിയാകുന്നു. നടപടി ആവശ്യപ്പെട്ട് നാട്ടുകാർ. വാർത്തകൾ വിശദമായി. കാറിൽ കടത്തുകയായിരുന്ന MDMA-യുമായി 3 പേരെ പാലിയേക്കരയിൽ നിന്നും പോലീസ് പിടികൂടി. പിടിയിലായത് കല്ലൂർ സ്വദേശികൾ. കല്ലൂർ സ്വദേശികളായ മാവിൻചൂട് മണപ്പെട്ടി നിഖിൽ, കലിങ്ങപ്പുറം അമൽ, ആലങ്ങാട് തേങ്ങാമച്ചി മണികണ്ഠൻ എന്നിവരെയാണ് ചൊവ്വാഴ്ച രാവിലെ ചാലക്കുടി ഡിവൈഎസ്പി സ്ക്വാഡ്, തൃശൂർ റൂറൽ ഡാൻസ് ഓഫ് ടീം, പുതുക്കാട് പോലീസ് എന്നിവരുടെ നേതൃത്വത്തിൽ പിടികൂടിയത്. ഇവരിൽ നിന്ന് നിരോധിത ലഹരി വസ്തുവായ MDMA-യും 2,25,900 രൂപയും കണ്ടെത്തി. ലഹരി വസ്തുക്കൾ വിൽപ്പന നടത്തി ലഭിച്ച രൂപയാണ് യുവാക്കളുടെ കൈവശമുണ്ടായിരുന്നെന്ന് പോലീസ് പറഞ്ഞു. ചാലക്കുടി ഡിവൈഎസ്പി R അശോകന്റെ നേതൃത്വത്തിൽ നടന്ന വാഹന പരിശോധനയ്ക്കിടെയാണ് പ്രതികൾ പിടിയിലായത്. പ്രതികളെ പിടികൂടിയ സംഘത്തിൽ പുതുക്കാട് SHO സജീഷ് കുമാർ, SI പ്രദീപ് കുമാർ, SI MJ ലിജോ, തൃശൂർ റൂറൽ ഡാൻസ് ഓഫ് SI-മാരായ VG സ്റ്റീഫൻ, CR പ്രദീപ്, PP ജയകൃഷ്ണൻ, സതീശൻ മടപ്പാട്ടിൽ, റോയ് പൗലോസ്, PM മൂസ, ASI സിൽജോ, സ്പെഷ്യൽ ബ്രാഞ്ച് ASI KK വിശ്വനാഥൻ, SCPO-മാരായ ഷിജോ തോമസ്, AU റെജി, സൂരജ് വിദേവ്, ലിജോ ഇയാനി, ബിനു MJ, മാനുവൽ, MV സോണി തുടങ്ങിയവരും ഉണ്ടായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. തൃശൂരിൽ പോലീസിന്റെ വൻ ലഹരി വേട്ട. കാറിൽ കടത്തുകയായിരുന്ന 330 ഗ്രാം MDMA-യുമായി 2 പേരെ തൃശൂർ സിറ്റി ലഹരി വിരുദ്ധ സ്ക്വാഡും ടൗൺ വെസ്റ്റ് പോലീസും ചേർന്ന് പിടികൂടി. കാസർഗോഡ് സ്വദേശി നജീബ്, ഗുരുവായൂർ സ്വദേശി ജിനീഷ് എന്നിവരാണ് പിടിയിലായത്. പിടികൂടിയ മയക്കുമരുന്നിന് വിപണിയിൽ 10 ലക്ഷം രൂപയോളം വില വരും. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു പരിശോധന. ബാംഗ്ലൂരിൽ നിന്നാണ് ഇരുവരും മയക്കുമരുന്ന് വാങ്ങിയത്. ചാവക്കാട്, ഗുരുവായൂർ തുടങ്ങി തൃശൂരിന്റെ തീരദേശ മേഖലകളിൽ വിൽപ്പനയ്ക്ക് കൊണ്ടുവരുമ്പോഴാണ് പിടിയിലായത്. പ്രതികളിൽ കാസർഗോഡ് സ്വദേശി നജീബിന് മലേഷ്യയിൽ ഹോട്ടൽ ബിസിനസ് ആയിരുന്നു. ഇതിൽ നഷ്ടം വന്നതോടെയാണ് ലഹരി കച്ചവടത്തിലേക്ക് ഇറങ്ങിയതെന്ന് പോലീസ് പറഞ്ഞു. പ്രതികൾക്ക് സാമ്പത്തിക സഹായം നൽകിയവരെ കുറിച്ചും ബാംഗ്ലൂരിൽ എവിടെ നിന്നുമാണ് മയക്കുമരുന്ന് ലഭിച്ചത് എന്നതിനെ കുറിച്ചും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സംഘത്തിൽ ഇനിയും കൂടുതൽ പേർ പിടിയിലാകാനുണ്ടെന്ന് പോലീസ് അറിയിച്ചു. സമീപകാലത്ത് തൃശൂർ സിറ്റി പോലീസ് നടത്തിയ ഏറ്റവും വലിയ മയക്കുമരുന്ന് വേട്ടയാണിത്. കഴിഞ്ഞ ദിവസങ്ങളിൽ തൃശൂർ കുതിരാനിലും ആളൂരിലും കൊരട്ടിയിലും MDMA പിടികൂടിയിരുന്നു. 2.5 കോടിയിലധികം രൂപയുടെ സ്വർണ്ണാഭരണങ്ങൾ തിരിച്ചു നൽകാതെ വിശ്വാസ വഞ്ചന ചെയ്ത കേസിലെ പ്രതി പിടിയിൽ. രാജസ്ഥാൻ സ്വദേശി മാനേജറായ സ്ഥാപനത്തിൽ നിന്നും ഡെലിവറി ചലാൻ പ്രകാരം 2,51,51,165 രൂപയുടെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങി തിരിച്ചു കൊടുക്കാതെ വിശ്വാസവഞ്ചന നടത്തിയ കേസിലെ പ്രതിയായ കല്ലൂർ പോടത്ത് വീട്ടിൽ 36 വയസ്സുള്ള രാഹുലിനെയാണ് ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തത്. തന്റെ സ്ഥാപനത്തിൽ നിന്നും ഡെലിവറി ചലാൻ പ്രകാരം വാങ്ങിയ ആഭരണങ്ങളോ തുകയോ തിരിച്ചു കിട്ടാതെയായതിനാൽ സ്ഥാപനത്തിന്റെ മാനേജറായ രാജസ്ഥാൻ സ്വദേശി തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയായിരുന്നു. പ്രതി ഇത്തരത്തിൽ സ്വർണ്ണപ്പണിക്കാരിൽ നിന്നും തട്ടിപ്പുകൾ നടത്തിയതായും അന്വേഷണത്തിൽ അറിഞ്ഞിട്ടുള്ളതായി പോലീസ് പറഞ്ഞു. അന്വേഷണ സംഘത്തിൽ ഇൻസ്പെക്ടർ സുജിത് M, സബ് ഇൻസ്പെക്ടർ ജിനോ പീറ്റർ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഗിരീഷ് എന്നിവരാണ് ഉണ്ടായിരുന്നത്. കനത്ത മഴയിൽ പുതുക്കാട് കുറുമാലിപ്പുഴയിലെ 4 താൽക്കാലിക ചിറകളും തകർന്നു. കന്നാറ്റുപാടം, കാരികുളം, തോട്ടുമുഖം, വാസുപുരം ചിറകളാണ് പൊട്ടിയത്. ചൊവ്വാഴ്ച രാത്രിയിലെ കനത്ത മഴയിലായിരുന്നു സംഭവം. വേനലിൽ ജലം സംഭരിക്കുന്നതിന് വേണ്ടിയാണ് കുറുമാലിപ്പുഴയിൽ ചിറകെട്ടുന്നത്.
സാധാരണ വർഷക്കാലത്ത് പൊട്ടാറുള്ള ചിറയാണ് വേനൽ മഴയിൽ തകർന്നത്. മുൻ വർഷങ്ങളിൽ ചിറകൾ പൂർണ്ണമായും തകരാത്ത അവസ്ഥയും ഉണ്ടായിട്ടുണ്ട്. അതേസമയമാണ് ഈ വർഷത്തെ വേനൽ മഴയിൽ ചിറകൾ പൂർണ്ണമായും തകർന്നത്. ചിറകൾ തകർന്നത് അവസാനഘട്ട പണികൾ നടക്കുന്ന പന്തലൂർ കുണ്ടുകടവ് പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തികളെ ബാധിച്ചതായി അധികൃതർ അറിയിച്ചു. പുതുക്കാട് റെയിൽവേ ഗേറ്റ് വാഹനം ഇടിച്ച് തകരാറിലായി. ചൊവ്വാഴ്ച രാത്രി 9:15 ഗേറ്റിൽ മിനി വാൻ ഇടിച്ചത്. ഗേറ്റ് തകരാറിലായതോടെ പുതുക്കാട്, ചേർപ്പ്, ഊരകം, ഇരിങ്ങാലക്കുട ഭാഗത്തേക്കുള്ള വാഹന ഗതാഗതം തടസ്സപ്പെട്ടു. ഗേറ്റ് അടയ്ക്കുന്നതിനിടെ മറികടക്കാൻ ശ്രമിച്ച പിക്കപ്പിന്റെ പുറകുവശം ഗേറ്റിൽ കൊളുത്തി വലിക്കുകയായിരുന്നു. ഗേറ്റിന്റെ ക്രോസ് ബാരിയറാണ് തകരാറിലായത്. RPF ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി വാഹനത്തിന്റെ പേരിൽ കേസെടുത്തു. തകരാർ അറിയാതെ നിരവധി യാത്രക്കാർ ഇതുവഴി എത്തിയിരുന്നു. ബുധനാഴ്ച വൈകുന്നേരം തകരാർ പരിഹരിച്ചു. മികച്ച ഓഫറുകൾ ഒരുക്കി കൊടകര ഉഷാസ് അഡ്വാൻസ്ഡ് ബ്യൂട്ടി ക്ലിനിക്. പുതുപുത്തൻ സൗന്ദര്യ സങ്കല്പങ്ങൾ കൊടകരയെ പരിചയപ്പെടുത്തുകയാണ് ഉഷാസ് അഡ്വാൻസ്ഡ് ബ്യൂട്ടി ക്ലിനിക്. കൊടകര ധനലക്ഷ്മി ബാങ്കിന് സമീപമാണ് ക്ലിനിക് പ്രവർത്തിക്കുന്നത്. ഉഷാ രാജിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനം മാർച്ച് 10-നാണ് പ്രവർത്തനം ആരംഭിച്ചത്. അതിനൂതനമായ ആസ്തെറ്റിക്സ് ട്രീറ്റ്മെന്റ് ഇവിടുത്തെ പ്രത്യേകതയാണ്. ഹെയർ സ്റ്റൈലിംഗ്, എല്ലാവിധത്തിലുള്ള ഹെയർ ട്രീറ്റ്മെന്റുകൾ, എല്ലാവിധത്തിലുമുള്ള മെഡി ഫേഷ്യൽസ്, നോർമൽ ഫേഷ്യൽസ്, സ്കിൻ വൈറ്റനിങ് ട്രീറ്റ്മെന്റ്സ്, ആന്റി ഏജിംഗ് ട്രീറ്റ്മെന്റ്സ്, ആക്നെ ട്രീറ്റ്മെന്റ്സ്, ടാറ്റു റിമൂവൽ, ലേസർ ട്രീറ്റ്മെന്റ്സ്, ഹൈഡ്രാ ഫേഷ്യൽസ് തുടങ്ങി എല്ലാവിധത്തിലുള്ള ബ്യൂട്ടി സേവനങ്ങളും ഇവിടെ ലഭ്യമാണ്. അതിനൂതനമായ ഉപകരണങ്ങളും മെഷീനുകളും മാത്രം ഉപയോഗിക്കുന്നു. അണിഞ്ഞൊരുങ്ങാം ട്രെൻഡിനൊപ്പം. ഉഷാസ് അഡ്വാൻസ്ഡ് ബ്യൂട്ടി ക്ലിനിക്, യൂണിസെക്സ് സലൂൺ ആൻഡ് ടാറ്റു സ്റ്റുഡിയോ, ധനലക്ഷ്മി ബാങ്കിനു സമീപം, കൊടകര. ഫോൺ 8481 66 505 9947 680177. വരന്തരപ്പള്ളി പഞ്ചായത്തിലെ വേലുപ്പാടം, വെട്ടിങ്ങപ്പാടം പഞ്ചായത്ത് റോഡിലെ കുഴികൾ യാത്രക്കാർക്ക് അപകട ഭീഷണിയാകുന്നു. റോഡിലെ കുഴികളുടെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനായി കുഴിയിലെ മണ്ണും റോഡിന്റെ സൈഡിലെ മണ്ണും നീക്കം ചെയ്തിരുന്നു. കുഴിയുടെ ആഴം വർദ്ധിക്കുകയും പിന്നീട് മഴയും പെയ്തതുമൂലം കുഴിയിൽ അറ്റകുറ്റപ്പണികൾ ചെയ്യാൻ സാധിച്ചില്ല. ഇതുമൂലം കാൽനടക്കാർക്കും വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവർക്കും ദുരിതമായി. റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് വരന്തരപ്പള്ളി പഞ്ചായത്ത് സെക്രട്ടറിക്ക് മനുഷ്യാവകാശ പ്രവർത്തകൻ സുരേഷ് ചെമ്മനാടൻ പരാതി നൽകി. ചെങ്ങന്നൂർ ആലഞ്ചേരി നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെ നരസിംഹ ജയന്തി ആഘോഷിച്ചു. രാവിലെ ഗണപതി ഹോമം, തന്ത്രിപൂജ, കലശപൂജ, കലശാഭിഷേകം, ഉഷപൂജ തുടങ്ങിയ പൂജകൾ നടന്നു. അന്നദാനവും ഒരുക്കിയിരുന്നു. ഉച്ചയ്ക്ക് വിവിധ ദേശക്കാരുടെ കാവടിയാട്ടവും നടത്തി. ചടങ്ങുകൾക്ക് പ്രസിഡന്റ് പി ഗംഗാധരൻ, സെക്രട്ടറി ബിനു, ഖജാൻജി എൻ രതീഷ് എന്നിവർ നേതൃത്വം നൽകി.
ആമ്പല്ലൂർ യൂണിയൻ ബസ് സ്റ്റോപ്പിന് സമീപം അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന വീടിന് പുറകിലായി മൂർഖൻ പാമ്പിനെ പിടികൂടി. 6 അടി നീളമുണ്ടായിരുന്നു. വനംവകുപ്പ് സ്നേക് റെസ്ക്യൂ അംഗം രജീഷ് നന്ദിപുലവും എമർജൻസി കേരള റെസ്ക്യൂ ടീം അംഗങ്ങളായ സൗരവും സാരംഗും ചേർന്നാണ് പാമ്പിനെ പിടികൂടിയത്. 2.5 മണിക്കൂറോളമുള്ള പരിശ്രമത്തിന് അവസാനം രാത്രി 8:30യോടെയാണ് പാമ്പിനെ പിടിച്ചത്. പാമ്പിനെ വനംവകുപ്പിന് കൈമാറി. ഗുരുതരമായ കരൾ രോഗം ബാധിച്ച വട്ടനാത്ര സ്വദേശിയായ യുവാവ് ചികിത്സാ സഹായം തേടുന്നു. കരൾ മാറ്റിവയ്ക്കാൻ ഡോക്ടർമാർ നിർദ്ദേശിച്ച 40 വയസ്സുള്ള അനൂപ് കുമാറാണ് ഉദാരമതികളുടെ സഹായം തേടുന്നത്. 15 വർഷം ദുബായിൽ മറൈൻ ഫീൽഡിൽ ജോലി ചെയ്തിരുന്ന വട്ടനാത്ര അനുഗ്രഹയിൽ അനൂപ് കുമാറിന് കോവിഡ് കാലത്ത് ജോലി നഷ്ടപ്പെട്ടു. തുടർന്ന് നാട്ടിലെത്തിയ അനൂപ് തിരിച്ചു പോകാൻ മെഡിക്കൽ പരിശോധന നടത്തിയപ്പോഴാണ് രോഗബാധ കണ്ടെത്തിയത്. കാലിൽ നീര് വന്ന് വീർക്കുന്നതായാണ് ആദ്യം കണ്ടത്. എന്നാൽ കരൾ രോഗമാണെന്ന് കണ്ടെത്തിയത് 6 മാസങ്ങൾക്ക് മുൻപാണ്. ഗുരുതരമായ ലിവർ സിറോസിസ് രോഗമായതിനാൽ എത്രയും വേഗം കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ മാത്രമാണ് പരിഹാരമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുകയാണ്. 55 ലക്ഷം രൂപയാണ് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കും അനുബന്ധ ചെലവുകൾക്കുമായി പ്രതീക്ഷിക്കുന്നത്. ഇത്രയും ഭാരിച്ച തുക കണ്ടെത്തുക അനൂപിൻ്റെ കുടുംബത്തിന് അസാധ്യമാണ്. 69 വയസ്സുള്ള അച്ഛൻ രാമകൃഷ്ണന്റെ പെൻഷൻ മാത്രമാണ് ഏക വരുമാനം. അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്തിലെ വട്ടനാത്ര സ്വദേശിയായ 6-ാം വാർഡിലെ അനൂപിന് കരൾ മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ ചെയ്യേണ്ടതുണ്ട്. ഹോസ്പിറ്റലിൽ തന്നെ 55 ലക്ഷം രൂപയോളം ചിലവ് വരുന്ന ശസ്ത്രക്രിയയാണ്. സാമ്പത്തികമായി വളരെ ചിലവുള്ള ഓപ്പറേഷനാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നല്ല രീതിയിൽ തന്നെ അനൂപിനെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അനൂപിന് 40 വയസ്സാണ് ആയിട്ടുള്ളൂ. ഇനിയും ആ ചെറുപ്പക്കാരന് ജീവിതമുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്ന് അനൂപിനെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരണമെന്ന് ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. അനൂപ് കുമാറിന്റെ ചികിത്സയ്ക്കായി ചികിത്സാ സഹായ സമിതി രൂപീകരിച്ച് ധനസമാഹരണം നടത്താനുള്ള ഒരുക്കത്തിലാണ് നാട്ടുകാർ. അളഗപ്പനഗർ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻഷൻ തയ്യാലിക്കൽ രക്ഷാധികാരിയും കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KM ചന്ദ്രൻ, ഗ്രാമപഞ്ചായത്ത് അംഗം ശൈലജ നാരായണൻ എന്നിവർ ഭാരവാഹികളുമായി ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. അനൂപിൻ്റെ അമ്മ K സുശീല 2009 മരിച്ചുപോയതിനു ശേഷം അവിവാഹിതനായ അനൂപും അച്ഛൻ രാമകൃഷ്ണനും മാത്രമാണ് കുടുംബത്തിലുള്ളത്. ഇപ്പോൾ ആഴ്ചയിൽ 4500 രൂപയുടെ മരുന്ന് മാത്രം ആവശ്യമായി വരുന്നുണ്ട്. കൂടാതെ എല്ലാ ആഴ്ചയിലും രക്തപരിശോധനകളുമുണ്ട്. 10 ദിവസത്തിലൊരിക്കലെങ്കിലും ഡോക്ടറെ കണ്ട് പരിശോധനയും നടത്തണം. അനൂപിനെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നവർ ഫെഡറൽ ബാങ്കിൻ്റെ മണ്ണമ്പേട്ട ശാഖയിലെ അനൂപ് കുമാർ TR അക്കൗണ്ട് നമ്പർ 125541001171 എന്ന അക്കൗണ്ട് നമ്പറിലേക്ക് സഹായങ്ങൾ അയയ്ക്കുക. IFSC കോഡ് FDRL 000125. ഗൂഗിൾ പേ നമ്പർ 9544023776. 69 വയസ്സുള്ള അച്ഛൻ മാത്രമാണ് അനൂപിനുള്ള ഏക സഹായം എന്ന് പറയുന്നത്. ഇത്രയും ഭാരിച്ച തുക ഈ കുടുംബത്തിന് ചികിത്സയ്ക്കായി കണ്ടെത്തുക എന്ന് പറയുന്നത് അസാധ്യമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാവരുടെയും അകമഴിഞ്ഞ സഹായം അനൂപിനെ ജീവിതത്തിലേക്ക് തിരികെ വരാൻ ആവശ്യമാണ്. ക്യാമറമാൻ നന്ദുവിനൊപ്പം ബൈജു ദേവസി, NCTV ന്യൂസ്. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങളും വേലികളും ഉടൻ മുറിച്ചു മാറ്റണമെന്നും അല്ലാത്തപക്ഷം അവ മൂലമുണ്ടായേക്കാവുന്ന അപകടങ്ങൾക്ക് ഉടമസ്ഥർ ഉത്തരവാദികളായിരിക്കുമെന്നും ഉടമകൾക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും പഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചു. കേരള സ്റ്റേറ്റ് യൂസ്ഡ് വെഹിക്കിൾ ഡീലേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അയ്യന്തോൾ RT ഓഫീസിലേക്ക് പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി. മോട്ടോർ വാഹന വകുപ്പ് വാഹന ഉടമകൾക്ക് RC ബുക്ക് പ്രിന്റ് ചെയ്ത് നൽകാത്തതിൽ പ്രതിഷേധിച്ചാണ് സമരം നടത്തിയത്. 6 മാസക്കാലമായി RC ബുക്ക് വിതരണം തടസ്സപ്പെട്ടിരുന്നു. പ്രതിഷേധ പ്രകടനം പടിഞ്ഞാറെ കോട്ടയിൽ നിന്നും തുടങ്ങി കളക്ടറേറ്റിന് മുമ്പിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ധർണയുടെ ഉദ്ഘാടനം സംഘാടന സംസ്ഥാന സെക്രട്ടറി സുധീഷ് സ്രാമ്പിക്കൽ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ലാലിച്ചൻ മാത്യു അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി ജോയ് മഞ്ഞളി, CV ജേക്കബ്, പ്രശാന്ത് മേനോൻ, CA അലക്സ്, രാജീവൻ കരോട്ട് എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് തൃശൂർ RTOയ്ക്ക് RC ബുക്ക് വിഷയം അടിയന്തരമായി പരിഹരിക്കുവാൻ വേണ്ട നടപടികൾ വേണമെന്നാവശ്യപ്പെട്ട് നിവേദനവും നൽകി.
നിലവിലുള്ളത് RC ഓണർമാരുടെ കയ്യിൽ നിന്ന് അതിനാവശ്യമായ തുക വാങ്ങുകയും 245 രൂപ വാങ്ങി അത് പെട്ടിയിലാക്കി അത് RC ബുക്ക് ഓണർമാർക്ക് തിരിച്ചു നൽകേണ്ട ബാധ്യത നമ്മുടെ മോട്ടോർ വാഹന ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അതിശക്തമായ മഴയ്ക്കും മെയ് 25 വരെ ശക്തമായ മഴയ്ക്കും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ തമിഴ്നാട് ആന്ധ്ര തീരത്തിന് അകലെയായി ന്യൂനമർദ്ദം രൂപപ്പെട്ടു. വടക്കു കിഴക്കു ദിശയിൽ സഞ്ചരിക്കുന്ന ന്യൂനമർദ്ദം വെള്ളിയാഴ്ച രാവിലെയോടെ മധ്യ ബംഗാൾ ഉൾക്കടലിൽ തീവ്ര ന്യൂനമർദ്ദമായും ശക്തി പ്രാപിക്കാൻ സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കാലാവസ്ഥ. കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. ഇനി തൊഴിൽ വാർത്തകളും അറിയിപ്പുകളുമായി അവസരജാലകം. നമസ്കാരം. അവസരജാലകത്തിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ അറിയിപ്പുകളും അവസരങ്ങളും നമുക്ക് നോക്കാം. മാരുതി ഓതറൈസ്ഡ് സർവീസ് സെന്ററിലേക്ക് കാർ വാഷർ, ഡ്രൈവർ എന്നിവരെ ആവശ്യമുണ്ട് എന്ന് അറിയിച്ചിരിക്കുന്നു. പ്രായപരിധി 28 വയസ്സാണ് പറഞ്ഞിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുകൾ നൽകിയിട്ടുണ്ട്. 8592947776, മറ്റൊരു നമ്പർ 8592947774. വനിതാ സ്റ്റാഫിനെ ആവശ്യമുണ്ടെന്ന് അറിയിച്ചിരിക്കുന്നു. എക്സൽ അറിയാവുന്ന ഒരു വനിതാ സ്റ്റാഫിനെയാണ് ആവശ്യമുണ്ടെന്ന് അറിയിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നവർ കോൺടാക്ട് ചെയ്യുക 9526200848. മാനേജർ, റിസപ്ഷനിസ്റ്റ് എന്നീ തസ്തികകളിൽ അയോഗ്യരായ ഉദ്യോഗാർത്ഥികളെ ആവശ്യമുണ്ട് എന്ന് അറിയിച്ചിരിക്കുന്നു. 3 വർഷത്തെ പ്രവൃത്തി പരിചയം കുറഞ്ഞത് ഉണ്ടായിരിക്കണം. മാനേജർ, റിസപ്ഷനിസ്റ്റ്. കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ളവരായിരിക്കണം അപേക്ഷകർ. 2 ഫോൺ നമ്പറുകൾ നൽകിയിട്ടുണ്ട്. 9447291111, മറ്റൊരു നമ്പർ 9072879999. ഈ 2 നമ്പറുകളിൽ ഏതെങ്കിലും ഒന്നിലേക്ക് ബയോഡാറ്റ വാട്സപ്പ് ചെയ്യാനാണ് അറിയിച്ചിരിക്കുന്നത്. ആർമി, നേവി, എയർഫോഴ്സ് പ്രവേശനത്തിനുള്ള നാഷണൽ ഡിഫൻസ് അക്കാദമി ആൻഡ് നേവൽ അക്കാദമി എക്സാമിനേഷൻ 2024 യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 404 ഒഴിവുകളാണ് ഉള്ളത്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂൺ മാസം 4 കൂടുതൽ വിവരങ്ങൾക്ക് UPSCയുടെ വെബ്സൈറ്റ് കാണുക www.upsc.gov.in. എക്സ് സർവീസ്മെൻ കോൺട്രിബ്യൂട്ടറി ഹെൽത്ത് സ്കീമിന്റെ കണ്ണൂർ സ്റ്റേഷൻ ഹെഡ്ക്വാർട്ടേഴ്സിന് കീഴിലുള്ള വിവിധ പോളിക്ലിനിക്കുകളിൽ മെഡിക്കൽ, പാരാമെഡിക്കൽ, നോൺ മെഡിക്കൽ സ്റ്റാഫിന് അവസരമുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് www.echs.gov.in എന്ന വെബ്സൈറ്റ് കാണുക. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂൺ മാസം 10. മിൽമയിൽ അവസരം. കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷനിൽ കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം നടത്തുന്നത്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി മെയ് മാസം 31. കൂടുതൽ വിവരങ്ങൾക്ക് cmd.kerala.gov.in എന്ന വെബ്സൈറ്റ് കാണുക. നന്ദിപുരത്തെ ഒരു വ്യവസായ യൂണിറ്റിലേക്ക് ജീവനക്കാരെ നിയമിക്കുന്നു. വനിതകൾക്ക് 10,000 രൂപയും പുരുഷന്മാർക്ക് 12,000 രൂപയുമാണ് പ്രതിമാസ ശമ്പളം ലഭിക്കുക. അപ്പം കൂടുതൽ വിവരങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നവർ ഫോൺ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യുക 9995222435 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. പുതുക്കാട് പ്രവർത്തിക്കുന്ന പ്രമുഖ വസ്ത്ര വ്യാപാര കേന്ദ്രത്തിൽ കാഷ്യർ, ബില്ലിംഗ് സ്റ്റാഫ്, അക്കൗണ്ടന്റ് തുടങ്ങിയ തസ്തികകളിൽ ജീവനക്കാരെ നിയമിക്കുന്നു. ഒഴിവുകളുണ്ട് എന്ന് അറിയിച്ചിരിക്കുന്നു. പുതുക്കാടിന് 3 കിലോമീറ്റർ ചുറ്റളവിൽ ഉള്ളവർക്കാണ് കൂടുതൽ പരിഗണന ഉണ്ടായിരിക്കുക. ഒപ്പം സമാനമായ മേഖലയിൽ മുൻ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്കും പരിഗണന ഉണ്ടായിരിക്കും. ഫോൺ നമ്പർ നൽകിയിട്ടുണ്ട് 8075084004. അധ്യാപക ഒഴിവിനെ കുറിച്ചാണ് ഇനി. തൃക്കൂർ ഗവൺമെന്റ് സർവോദയ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹിസ്റ്ററി സീനിയർ, ഹിന്ദി ജൂനിയർ, ഫിസിക്സ് ജൂനിയർ എന്നീ വിഭാഗങ്ങളിൽ താൽക്കാലിക ഒഴിവുകൾ ഉണ്ട്. താല്പര്യമുള്ളവർ ഈ മാസം 27 രാവിലെ 10:30 നടക്കുന്ന അഭിമുഖത്തിൽ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുമായിട്ട് പങ്കെടുക്കാനാണ് അറിയിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാനായിട്ട് ഫോൺ നമ്പർ ഉണ്ട് 235618.
കോഡ് തൃശൂർ കോഡ് 0487. തൃശൂർ ഗവൺമെന്റ് വനിതാ പോളിടെക്നിക് കോളേജിൽ വിവിധ തസ്തികകളിൽ ഒഴിവുകളുണ്ട്. ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വിഭാഗം ലെക്ചറർ. യോഗ്യത ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ ബിടെക് ആണ്. 60% കുറയാത്ത മാർക്കുണ്ടായിരിക്കണം. ഡെമോൺസ്ട്രേറ്റർ തസ്തികയിൽ ഒഴിവുണ്ട്. യോഗ്യത ഇലക്ട്രോണിക്സ് ഡിപ്ലോമയാണ്. ട്രേഡ്സ്മാൻ ഇലക്ട്രോണിക്സ്. യോഗ്യത THSSLC, ITI, NCVT സർട്ടിഫിക്കറ്റ് ഉള്ളവരായിരിക്കണം. മെയ് 30 രാവിലെ 10 മണിക്കാണ് ഇതുമായി ബന്ധപ്പെട്ട നിയമനത്തിനുള്ള ഇന്റർവ്യൂ നടത്തുന്നത്. എക്സ്പീരിയൻസ്, യോഗ്യത, വയസ്സ് എന്നിവ തെളിയിക്കുന്ന ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുമായി ഇന്റർവ്യൂവിൽ പങ്കെടുക്കാനാണ് അറിയിച്ചിരിക്കുന്നത്. ഇന്റർവ്യൂ ഡേറ്റ് വരുന്നത് മെയ് 30 രാവിലെ 10 മണിക്ക് തൃശൂർ ഗവൺമെന്റ് വനിതാ പോളിടെക്നിക് കോളേജിലാണ് ഇന്റർവ്യൂ നടക്കുന്നത്. തൃശൂർ കെൽട്രോൺ നോളജ് സെന്ററിൽ പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് കോഴ്സിലേക്ക് +2 VHSC എന്നീ കോഴ്സുകൾ കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാൻ അവസരം. താല്പര്യമുള്ളവർ യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുമായി തൃശൂർ പോസ്റ്റ് ഓഫീസ് റോഡിലുള്ള കെൽട്രോൺ നോളജ് സെന്ററുമായി ബന്ധപ്പെടാനാണ് അറിയിച്ചിരിക്കുന്നത്. ഫോൺ നമ്പറുകളുണ്ട്, പറയാം. 0487 2429 000. മൊബൈൽ നമ്പർ 9846 400091. സിനിമ ഓപ്പറേറ്റർ പരീക്ഷയ്ക്ക് താല്പര്യമുള്ളവരെ ക്ഷണിച്ചിരിക്കുന്നു. കേരള സ്റ്റേറ്റ് സിനിമ ഓപ്പറേറ്റർ പരീക്ഷാ ബോർഡ് നടത്തുന്ന സിനിമ ഓപ്പറേറ്റർ പരീക്ഷ മെയ് 23, 24 തീയതികളിൽ തിരുവനന്തപുരം കലാഭവൻ തിയേറ്ററിൽ രാവിലെ 7 മുതൽ 10:15 വരെ നടത്തുമെന്ന് അറിയിച്ചിരിക്കുന്നു. ഹാൾ ടിക്കറ്റ് ലഭിക്കാത്തവർ തിരുവനന്തപുരം ചീഫ് ഇലക്ട്രൽ ഇൻസ്പെക്ടറുടെ കാര്യാലയവുമായി ബന്ധപ്പെടാനാണ് അറിയിച്ചിരിക്കുന്നത്. ഫോൺ നമ്പറുണ്ട് 0471 2339 233. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് പുതിയ സംരംഭം തുടങ്ങാൻ താല്പര്യമുള്ളവർക്കായി വർക്ക്ഷോപ്പ് സംഘടിപ്പിക്കുന്നു. കളമശ്ശേരിയിലെ കീഡ് ക്യാമ്പസിൽ മെയ് മാസം 27 മുതൽ 31 വരെയാണ് പരിശീലനം നടക്കുന്നത്. താല്പര്യമുള്ളവർ www.keed.info/training-calendar/ ഓൺലൈനായി മെയ് മാസം 24-നകം അപേക്ഷ സമർപ്പിക്കണമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. 35 പേർക്കാണ് ഒരു ബാച്ചിൽ അവസരമുണ്ടായിരിക്കുക. ഫോൺ നമ്പറുണ്ട്, കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ 0484 2532 മൊബൈൽ നമ്പറുണ്ട് 9188 922785. ഇത്രയുമാണ് ഈ ആഴ്ചയിലെ അവസര ജാലകത്തിലെ പ്രധാനപ്പെട്ട അറിയിപ്പുകളും അവസരങ്ങളും. കൂടുതൽ അറിയിപ്പുകളും അവസരങ്ങളുമായി അടുത്ത ആഴ്ച കണ്ടുമുട്ടാം. നമസ്കാരം. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6830 രൂപ, പവന് 54,640 രൂപ. കല്ലൂർ പാലത്തുപറമ്പ് തൊട്ടിപ്പറമ്പിൽ ഷൈജു അന്തരിച്ചു. 49 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പാലിയേക്കര തൈവളപ്പിൽ സഹദേവൻ അന്തരിച്ചു. 73 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പുതുക്കാട് തെക്കേത്തുറവ് പരേതനായ കിഴക്കൂട്ട് കൊച്ചുഗോവിന്ദൻ നായർ ഭാര്യ ചിറങ്ങാട്ട് ദേവകിയമ്മ അന്തരിച്ചു. 92 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. വസന്ത, സൗദാമിനി, സദാനന്ദൻ, പരേതരായ ഉണ്ണികൃഷ്ണൻ, ശിവരാമൻ, ഉഷ എന്നിവർ മക്കളാണ്. ഐനിക്കൽ നെന്മണിക്കര ആന്റണി മകൻ അലക്സ് അന്തരിച്ചു. 37 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. അളകപ്പനഗർ കൈതവളപ്പിൽ അശോകൻ അന്തരിച്ചു. 62 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. പാലിയേക്കരയിലും തൃശൂരിലും പോലീസിന്റെ ലഹരി വേട്ട. പാലിയേക്കരയിൽ കല്ലൂർ സ്വദേശികളായ 3 പേരും തൃശൂരിൽ ഗുരുവായൂർ, കാസർഗോഡ് സ്വദേശികളും പിടിയിലായി. 2.5 കോടിയിലധികം രൂപയുടെ സ്വർണ്ണാഭരണങ്ങൾ തിരിച്ചു നൽകാതെ വിശ്വാസ വഞ്ചന ചെയ്ത കേസിലെ പ്രതി പിടിയിൽ. കല്ലൂർ സ്വദേശി അറസ്റ്റിൽ. കനത്ത മഴയിൽ പുതുക്കാട് കുറുമാലിപ്പുഴയിലെ 4 താൽക്കാലിക ചിറകളും തകർന്നു. കന്നാറ്റുപാടം, കാരികുളം, തോട്ടുമുഖം, വാസുപുരം ചിറകളാണ് പൊട്ടിയത്. പുതുക്കാട് റെയിൽവേ ഗേറ്റ് വാഹനം ഇടിച്ച് തകരാറിലായി. മണിക്കൂറുകളോളം പുതുക്കാട്, ചേർപ്പ്, ഊരകം, ഇരിഞ്ഞാലക്കുട ഭാഗത്തേക്കുള്ള വാഹന ഗതാഗതം തടസ്സപ്പെട്ടു. വേലുപ്പാടം വെട്ടിങ്ങപ്പാടം പഞ്ചായത്ത് റോഡിലെ കുഴികൾ യാത്രക്കാർക്ക് അപകട ഭീഷണിയാകുന്നു. നടപടി ആവശ്യപ്പെട്ട് നാട്ടുകാർ.
ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.